എൻഡോസൾഫാൻ ദുരിതബാധിത ശ്രുതിയുടെ മെഡിക്കൽ പഠനം മുടങ്ങുമെന്ന് ആശങ്ക. ഉപരിപഠനത്തിന് പൂർണ്ണ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചെങ്കിലും 4 മാസമായിട്ടും നടപടിയായില്ല. എൻഡോസൾഫാന്റെ ഇരയാണ് ശ്രുതി. നെടുകെ പിളർന്ന കൈപ്പത്തിയും ജന്മന ഒരു കാല് മാത്രമുള്ള ശ്രുതിയുടെ വിജയം വിധിയെ തോൽപ്പിക്കുന്നതായിരുന്നു. എൻഡോസൾഫാൻ ദുരന്തഭൂമിയിൽ മെഡിക്കൽ പഠനത്തിന് അർഹയായ ഏക ദുരിതബാധിത. എൻഡോസൾഫാൻ എന്ന വിഷഭീകരനെ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചത് ശ്രുതിയുടെ നിസ്സഹായിയായ ചിത്രത്തിലൂടെയായിരുന്നു. ഡോക്ടറാകണമെന്ന ശ്രുതിയുടെ മോഹം പൂവണിയണമെങ്കിൽ സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കണം. പഠനത്തിന് പൂർണ്ണ സഹായം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഞങ്ങൾ അപേക്ഷ കൊടുത്തതായിരുന്നു. BHMS പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ചിലവായി ആവും എല്ലാം കൊടുത്തതായിരുന്നു, കൊട്ടേഷനൊക്കെ. അപ്പോൾ പേഴ്സണലായിട്ട് പറഞ്ഞില്ല, ഞങ്ങളോട് ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു ശ്രുതിൻ്റെ ടോട്ടൽ ചിലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട്. കളക്ടറോട് ഡയറക്റ്റായിട്ട് പോയിട്ട് ബന്ധപ്പെട്ടതാണ്. അവരോട് പറഞ്ഞിട്ട് കൊട്ടേഷനെല്ലാം അവരുടെ കയ്യിൽ തന്നെ കൊടുത്തത്. പക്ഷെ അവർ തിരിച്ചിട്ട് ഒരു മറുപടി ഇല്ല ഞങ്ങൾക്ക്. ബസ് ജീവനക്കാരനായ ഭർത്താവ് ജഗദീശന്റെ തുച്ഛമായ വരുമാനത്തിലാണ് ബാംഗ്ലൂരുവിലെ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശ്രുതി BHMS പഠനം തുടരുന്നത്. ശ്രുതിയുടെ പഠന ചിലവ് വഹിക്കാൻ നിരവധി സംഘടനകൾ നേരത്തെ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ സർക്കാർ നൽകിയ ഉറപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.